ഹലോ ഫ്രണ്ട്സ്, ഗോൾഡൻ ഗപ്പീസ് ഓർണമെൻ്റൽ ഫിഷ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൊറിയർ ചെയ്യുന്നൊരു രീതിയെക്കുറിച്ചാണ്. കൊറിയറിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഫ്രണ്ട്സിന് നമുക്ക് കുറച്ച് ഡൗട്ട് കാര്യങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്താണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ അകത്തൊരു പുതിയൊരു രീതിയെക്കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞതിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എയർ വെച്ച് നമ്മൾ പാക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചായിരുന്നു. പക്ഷേ ഇന്നത്തെ അകത്ത് നമ്മൾ ഫിഷിന് കൊടുക്കുന്ന എയറേഷൻ കൊടുക്കുന്ന പമ്പ് വെച്ച് ഈ പാക്കിങ്ങിനകത്ത് എയറേഷൻ കൊടുത്ത് അതൊരു പാക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ അകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർത്ത് ഉപകാരപ്പെടുന്ന വീഡിയോയും പിന്നെ ഫിഷുകൾക്ക് ഒരു ഡാമേജ് സംഭവിക്കാതെ നമുക്ക് ഫിഷ് വേറെ ആരുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയും കൂടാണിത്. തീർത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. പിന്നെ കഴിഞ്ഞ നമ്മുടെ കൊറിയർ അയച്ച ഗ്രീൻ ഗപ്പീസിൻ്റെ കയ്യിൽ വളരെ സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ എത്തിയെന്ന് പറഞ്ഞൊരു റിവ്യൂ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ആ ഒരു വോയിസും അവർ പറഞ്ഞൊരു വോയിസോടെ നിങ്ങളെ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ഇൻട്രോ അറിയുന്നില്ല, നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ കൊറിയർ ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അതിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. വീഡിയോയ്ക്ക് നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഗ്രീൻ ഗപ്പീസിനെ നല്ല രീതിയിൽ നമ്മുടെ കൊറിയർ എത്തി അവരുടെ ഒരു റിവ്യൂ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് ആദ്യം കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് എത്തിയെന്ന് പറഞ്ഞ ചെറിയ റിവ്യൂ നമുക്ക് അതിനകത്തുണ്ട്. അത് നമുക്കത് നോക്കാം. ഹലോ, നമസ്കാരം. ഗോൾഡൻ ഗപ്പീസ് സാഗർ ഭായ്, എൻ്റെ പേര് ഗഫൂർ. അപ്പോൾ ഞാൻ ഗ്രീൻ ഗപ്പീസ് ഓർണമെൻ്റൽ ഫിഷ് ഫാമർ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരുന്ന രണ്ട് ടൈപ്പ് ഗപ്പീസും വളരെ സേഫായിട്ട് എൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഫുഡ് കൊടുക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് കുറേ ഫുഡുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡുകളൊക്കെ കൊടുത്തിട്ടുള്ള ഗപ്പീസ് എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാരണം കൂടിയിട്ടാണ് പിന്നെ മെയിൻലി നിങ്ങളെ സ്ട്രെയിൻ നല്ല സ്ട്രെയിനാണ്. അതും നല്ല പെർസെൻറ്റേജിൽ ഇയറിലെ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ട് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ കൊറിയറിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. പിന്നെ ബാക്കിയുള്ള സർവീസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചറിയിക്കുന്ന കൊറിയർ വന്നിട്ടുള്ളത് വിളിച്ചറിയിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കുന്നതും എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷമായി. പിന്നെ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടായിരുന്നു എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് സേഫായിട്ട് സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ല, നന്നായിട്ട് ഇവിടെ വീട്ടിൽ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാം. പിന്നെ വളരെ സന്തോഷം. നല്ല ക്വാളിറ്റി ഉണ്ട് ഗപ്പീസിനൊക്കെല്ലാം, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ആക്റ്റീവാണ്. മെയിൻലി പറയണമെന്നുണ്ടെങ്കിൽ ആ കൊറിയറെ വിട്ടതിൻ്റെ ഒരു ക്ഷീണമൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഒരു 1.5 ദിവസം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം എത്തി. ഒരു ദിവസത്തിനുള്ളിൽ സാധനം എത്തി. പക്ഷെ ഞാൻ അയച്ചു വിടുന്നതിന് ഒരു 1.5 ദിവസം 2 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഞാനത് ഒന്ന് സെറ്റാക്കി എടുത്തത്. കുറച്ച് നമ്മളെ സോൾട്ട് പാത്തൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് കെയർ ചെയ്തിട്ടാണ് ഇറക്കി വിട്ടത്. അപ്പോൾ നന്നായി സുഖമായിട്ട് ഇരിക്കുന്നു. നിങ്ങളെ കൊറിയറും കാര്യങ്ങളും സർവീസുകളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും ഇനി നല്ല നല്ല പുതിയ ബ്രീഡുകൾ വരുമ്പോൾ നമുക്ക് അയച്ചു തരിക. നല്ല ക്വാളിറ്റിയിൽ ഫിഷിനെ വളർത്തുക. നല്ല ഫുഡ് നല്ല വെള്ളം ഒക്കെ ഉള്ളത് കാരണമാണ് ഈ ഫിഷ് ഇത്ര നന്നായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു. ആദ്യം തന്നെ നമ്മുടെ ഗ്രീൻ ഗപ്പീസ് ഓർണമെൻ്റൽ ഫിഷ് ഫാമിലെ ഗഫൂർക്കും ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു റിവ്യൂ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കൊറിയർ സർവീസൊക്കെ നല്ല ബെറ്ററായിട്ട് എത്തി എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊറിയർ ചെയ്യാൻ പോകുന്നത് H2O അക്വാട്ടിക് പ്ലാന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ടീംസിന് വേണ്ടിയാണ്. അതിനകത്ത് നമ്മൾ ഒരു നല്ലൊരു പ്ലാന്റ്സ് ചെയ്യുന്ന വളരെ നല്ലൊരു ടീംസാണ് H2O അക്വാട്ടിക് പ്ലാന്റ്സ്. ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടേ ഉള്ളെങ്കിൽ തന്നെ കേരളത്തിൽ നല്ല രീതിയിൽ അക്വാട്ടിക് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ടീമായിട്ട് അവർ മാറിയിട്ടുണ്ട്. നമ്മളുടെ ഭാഗ്യം കൊണ്ട് എന്തോ അവരുടെ ഒരു ടീമിലൊരു പങ്കാളിയാകാൻ നമുക്കൊരു ചാൻസ് ഇപ്പോൾ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്വാട്ടിക് പ്ലാന്റ്സ് ഏറ്റവും ബെറ്ററായിട്ട് നല്ല രീതിയിലും അവർക്ക് അവരുടെ സെറ്റായി കിട്ടും. അത് ഞാൻ വാങ്ങിച്ച് നല്ല രീതിയിൽ റിസൾട്ടുള്ള നല്ല രീതിയിൽ തന്നെ അക്വാട്ടിക് പ്ലാന്റ്സ് നമ്മുടെ സെറ്റായി കിട്ടും. അവർ കേരളത്തിൽ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് എത്തും. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഫിഷ് ടാങ്കിൽ ഏറ്റവും നല്ല പ്ലാന്റഡ് അക്വേറിയംസിലായാലും പ്ലാന്റഡ് ടാങ്കിലായാലും ഫിഷുകൾക്ക് ഏറ്റവും നല്ലത് അതാണ്. പ്ലാന്റ്സ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ടാങ്കിലൊക്കെ കിട്ടും, നമ്മുടെ ഫിഷുകൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ പ്ലാന്റ്സ് കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഫിഷ് വളർത്തുന്ന എല്ലാവരും പ്ലാന്റ്സ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഏതുതരം പ്ലാന്റ്സ് നമ്മുടെ H2O അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ടീംസിൻ്റെ കയ്യിലുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
അപ്പം ഒരുപാട് നമ്മൾ പറയുന്നത് നമ്മുടെ വീഡിയോ ഇട്ട് പോകാം. ഇനി നമ്മുടെ കൊറിയർ ചെയ്യുന്ന രീതിയിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ആദ്യം പോയി ഫിഷ് കളക്ട് ചെയ്യാം. 2 ഫിഷാണ്, 2 വെറൈറ്റീസ് ഫിഷസിനെയാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മുടെ റെഡ് ടെക്സഡോ റിബൺ വരുന്നതും പിന്നെ ഒന്ന് നമ്മുടെ പ്ലാറ്റിനം റെഡുമാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് ടെക്സഡോയെ ആദ്യം കളക്ട് ചെയ്യാം. ഒരു 3 പേര് റെഡ് ടെക്സഡോയാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്ലാറ്റിനം റെഡ് എംബോബിക്കിയൊക്കെ ഒരു 2 പേർ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന 3 പേരായിരുന്നു. നമ്മുടെ 2 പേരോടെ ലാസ്റ്റ് 2 പേരോടെ ഉള്ളു. അപ്പോൾ ഇതാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 2.5 മാസം ആയതേ ഉള്ളൂ. 2 മാസമായ പ്ലാറ്റിനം റെഡാണ്. ഇതിൻ്റെ 2 പേരാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡെംബോബിക്കിയറിനെയും റെഡ് ടെക്സഡോയെയും നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ച ഡൗട്ടായിരുന്നു എത്ര നേരം ഇതിനെ മാറ്റിയിടണമെന്നുള്ളത്. ഇതൊരു 8 മണിക്കൂർ, മിനിമം ഒരു 8 മണിക്കൂറാണ് നമ്മൾ മാറ്റേണ്ടത്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വയറ്റിലെ വേസ്റ്റ്, നമ്മളിത് കഴിച്ച വേസ്റ്റ് ഫുള്ള് ഇതിൻ്റെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് നമ്മൾ വെള്ളം ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരുപാട് ഇടരുത്, കുറച്ച് മാത്രം ഇടുക. ഇത് തലേ ദിവസം കഴിച്ച ഒരുപാട് ഫുഡ് ഇതിൻ്റെ വേസ്റ്റ് വയറ്റിൽ അതെല്ലാം നമുക്കൊന്ന് കളയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് പിടിച്ചിട്ടതിന് ശേഷം ഇതിനിങ്ങനെ കൊറിയർ ചെയ്യാനായിട്ട് മാറ്റിയിട്ടതിന് ശേഷം ഇതിന് ഫുഡ് കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഇതിൻ്റെ വയർ ഫുള്ള് നമുക്ക് ക്ലീൻ ആക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ 9 മണിക്കൂറോ അടുത്തായി നമ്മളിതിനെ പിടിച്ചിട്ടിട്ട് ഇതിൻ്റെ വയറ്റിലുള്ള വേസ്റ്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ നല്ല രീതിയിൽ ഇതിൻ്റെ വയറ്റിലെ വേസ്റ്റ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മെത്തലിൻ ബ്ലൂ, പിന്നെ നമ്മുടെ കവർ, പിന്നെ നമ്മുടെ സെല്ലോ ടേപ്പും, പിന്നെ നമ്മുടെ ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് 2-3 കൊറിയർ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഏറെ ബോക്സ് എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കിനി ഫിഷിനെ 2 മാറ്റാൻ നമുക്ക് ഇന്ന് പാക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൊറിയർ ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിന് ഫീമെയിലിന് സ്ട്രെസ്സ് കുറവായി കിട്ടും. നമ്മൾ ഈ പാക്കറ്റിനകത്ത് വെള്ളം നിറക്കേണ്ട അളവെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുള്ളൂ. തീരെ കുറച്ച് വെള്ളം. ഇതിനകത്ത് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷിനെ ഇടുന്ന നമ്മുടെ പ്ലാറ്റിനം റെഡിനെയാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മെത്തലിൻ ബ്ലൂ അല്ലെങ്കിൽ മിസ്റ്റർ ബ്ലൂ ഏതെങ്കിലും അല്ലെങ്കിൽ ആൻറ്റി ഐസ് എന്ന് പറഞ്ഞ കുറേ മെഡിസിൻസ് ഇതുണ്ട്, ലിക്വിഡ്സ് ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാതാണ് ഇച്ചിരി ബെറ്ററാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒഴിക്കരുത്, ഒരു തുള്ളി ജസ്റ്റ് ഒരു ഡ്രോപ്സ് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാവുള്ളൂ. മെത്തലിൻ ബ്ലൂവോ മിസ്റ്റർ ബ്ലൂ ഏതായാലും നമുക്കൊരു കുഴപ്പമില്ല. ഇവിടെ യൂസ് ചെയ്യുക ആൻറ്റി ഐസ് എന്ന് പറഞ്ഞ ഒരു മെഡിസിനാണ്. ഒരു ഡ്രോപ്പിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. നമ്മളിപ്പം ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന വെള്ളമെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്കിലേക്കുള്ള വെള്ളം തന്നെയാണ് നമ്മൾ എടുത്ത് വെച്ച് കല്ലുപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ചെറുതായിട്ട് ട്രീറ്റ് വെച്ചിരുന്ന വെള്ളം തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത്. ഒത്തിനായിട്ട് ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളമല്ല, ട്രീറ്റ് ചെയ്ത വാട്ടർ തന്നെയാണ് ഫിഷ് ടാങ്കിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മളിതിനകത്ത് പറഞ്ഞിട്ട് നമ്മൾ മോട്ടർ യൂസ് ചെയ്തിട്ടാണ്, അതായത് എയറേഷൻ കൊടുക്കുന്ന മോട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് നമ്മൾ എയർ നിറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനുവേണ്ടി നമ്മൾ എയറേഷൻ കൊടുക്കുന്ന ട്യൂബ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ ഫിഷിനെ ചെയ്തേക്കുന്ന കവറിനകത്തേക്ക് പാക്ക് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് ആ എയറേഷൻ്റെ ട്യൂബ് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു മടക്ക് നമ്മുടെ ഈ ഫിഷിനെ എടുത്തേക്കുന്ന ആ കവറ് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ഒരു ലെയർ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ട്യൂബ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു മടക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ട്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യും. കവർ നല്ല രീതിയിൽ നമ്മൾ പിടിക്കണം, നല്ല രീതിയിൽ ചുരുക്കി പിടിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ എയർ പോകരുത്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് നോക്കിയാൽ ഇത് നല്ല രീതിയിൽ തന്നെ എയർ നല്ല രീതിയിൽ ബൾജാക്കിയിട്ടുണ്ട്. എയർ നല്ല രീതിയിൽ ടൈറ്റായി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഈ രീതി ചെയ്യുന്നതിന് ഇച്ചിരി ബെറ്റർ. നമുക്ക് നല്ല രീതിയിൽ എയർ ഈ ഒരു ബലൂൺ കൂട്ട് ഈ കവർ ആയതിനു ശേഷം നമുക്കത് നല്ല രീതിയിൽ ഇത് തിരിച്ച് നല്ല രീതിയിൽ മുറുക്കാം. നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കണം കവർ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇതാക്കാം, തിരിച്ച് സെറ്റാക്കി എടുക്കാം. നമ്മളിത് 2 റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടാണ് കെട്ടുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് ചില സമയത്ത് പൊട്ടിപ്പോയാലും നമ്മളെ ഇത് അഴിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ നല്ലോണം റബ്ബർ ബാൻഡ് ഇട്ട് 2 റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടുന്നുണ്ട്. എയർ പോകാത്ത രീതിയിൽ വേണം നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമുക്ക് കെട്ടാനായിട്ട്.
നമുക്കിവിടെ നോക്കിയാൽ കാണാൻ നല്ല എയർ ടൈറ്റായിട്ടാണ് നമ്മുടെ ഈ പാക്കറ്റ് ഇരിക്കുന്നത്. നല്ല രീതി ടൈറ്റായിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമൊക്കെ ഇപ്പം ഡിലേ വന്നാൽ നമ്മുടെ ഫിഷുകൾക്ക് ഒന്നും തന്നെ പറ്റത്തില്ല. നല്ല രീതി ടൈറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ഡബിൾ പാക്കിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീടിക്കകത്ത് നേരെ കയറ്റുന്നതാണ്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിനകത്ത് ഇപ്പോൾ കയറ്റുന്നത്. ഇച്ചിരി ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോർണർ ചില സമയത്ത് പൊട്ടാനൊരു അതായത് ഹോൾ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്ത് തലകീഴായിട്ടാണ് അടുത്ത രണ്ടാമത്തെ കവറിനകത്തിരുന്നത്. അതിനുശേഷം അത് 2 വശം മടക്കി നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ കെട്ടി വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിരിച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് നല്ല രീതിയിൽ ടൈറ്റാക്കുന്നുണ്ട്. 2 റബ്ബർ ബാൻഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് പൊട്ടിപ്പോകരുത്. അതുകൊണ്ട് തന്നെ 2 റബ്ബർ ബാൻഡ് ഇട്ട് നല്ല രീതിയിൽ നമ്മൾ ടൈറ്റാക്കി സെറ്റാക്കുന്നുണ്ട്. ഇങ്ങനെ 2 കവറിട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഡബിൾ പാക്കിംഗ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണ്. ഒരു കവർ പൊട്ടിപ്പോയാലും മറ്റേ വെച്ച് ഒരു സീൻ വരത്തില്ല. നമ്മളത് ഡബിൾ പാക്കിംഗ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കിതിനകത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഇതിൻ്റെ നല്ല രീതിയിൽ ഇതാക്കണം, ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ കോർണറൊന്നും ഇത് പൊട്ടിപ്പോകരുത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് റൗണ്ടായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് നമുക്ക് എന്തെങ്കിലും ടേപ്പ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. മറ്റേ ബ്രൗൺ കളറും ടേപ്പ് വരുന്നുണ്ട്, അത് വെച്ചായാലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ എൻ്റെ സെല്ലോ ടേപ്പാണ് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തത്. ഇത് നല്ല റൗണ്ടായിട്ട് ഫുള്ള് 2 സൈഡും നല്ല രീതിയിൽ തന്നെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഞാൻ എടുത്തിരിക്കുന്ന കവർ വെച്ച് വലുതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആയിട്ടൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ രണ്ടും സെയിം കവർ തന്നെ യൂസ് ചെയ്യാൻ. മറ്റേ കവർ കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വലിയ കവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ടൈറ്റായിട്ടാണ് നമ്മുടെ ഈ പാക്കറ്റ് ഇരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. 2 ദിവസമൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഫിഷ് ഒരു കേടും വരാതെ തന്നെ ഈ പാക്കറ്റിനകത്ത് ഇരുന്നോളൂ. 2-3 ദിവസം വരെ ഒരു കുഴപ്പം വരാതെ ഈ പാക്കറ്റിൽ തന്നെ സേഫായിട്ട് ഇരുന്നോളൂ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ, ഇത് നമ്മൾ പറഞ്ഞു മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്തിടുന്നതെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേനെ നമുക്ക് ഇതുകൂട്ട് തന്നെ ചെയ്തെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യത്തിനകത്ത് ഫിഷിനെ ഇട്ടതിന് ശേഷമായിരുന്നു ഇത് ബ്ലൂ ഒഴിച്ചത്. പക്ഷേ നമ്മൾ ഫിഷിനെ ഇടുന്നതിന് മുമ്പ് ഒഴിക്കുന്നതാണ് ഇച്ചിരി ബെറ്റർ. ഫിഷിനെ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം ഫിഷിനെ ഇടുന്നതാണ് ഇച്ചിരി നല്ലത്. ആദ്യം നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് ആദ്യം ഫിഷിനെ ഇട്ടതിന് ശേഷം ഒഴിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫീമെയിലിനെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് കൂട്ട് തന്നെ എയറേഷൻ ട്യൂബ് വെച്ച് തന്നെ എയറേഷൻ കൊടുക്കുക. നല്ല രീതിയിൽ എയറേഷൻ കൊടുത്ത് നല്ല രീതിയിൽ ടൈറ്റ് ആക്കുക. എയറേഷൻ കുറച്ചായിരുന്നു. നല്ല രീതിയിൽ എയർ ഇതിനകത്ത് നല്ല രീതിയിൽ ബൾജായിട്ട് ഇതിരിക്കണം. പാക്കറ്റ് നല്ല രീതിയിൽ ബൾജായിട്ടിരിക്കണം. നല്ല രീതിയിൽ നമ്മൾ ചുരുട്ടി പിടിച്ചാൽ മാത്രമേ എയർ നല്ലോണം കയറത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എയർ മണ്ടയ്ക്കൂടെ പൊക്കോണ്ടിരിക്കും. നല്ല രീതിയിൽ എയർ പോകാത്ത രീതി നമ്മൾ മടക്കി പിടിച്ച് നല്ല രീതിയിൽ ഒരു ബലൂൺ കൂട്ട് ആക്കിയെടുക്കുക. നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് ടൈറ്റ് ആക്കുക. നല്ല രീതിയിൽ ചുരുട്ടിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് നല്ല രീതിയിൽ സെറ്റാക്കി കെട്ടിയെടുക്കണം. നമ്മുടെ ഫീമെയിലും മെയിലൊക്കെ നല്ല ആക്റ്റീവാണ്. ഇതേ ആക്റ്റീവ്നെസ്സോടുകൂടി തന്നെ മറ്റൊരാളുടെ കൈ കിട്ടുമ്പോഴും ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് അയക്കുന്നത്. അതിന് ഒരു സ്ട്രെസ്സും വരില്ല. ഇത് പിന്നൊരു കാര്യം, ഇത് ജൂനിയർ സൈസിൽ ബ്രീഡ് ആകാനുള്ള സാധ്യതയും വരത്തില്ല. ഇപ്പം ജൂനിയർ അല്ല, അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. എങ്കിലും ഇത് പാക്കറ്റിൽ കിടന്ന് ബ്രീഡ് ആകാതെയൊക്കെ ഇരിക്കുക. അവർ നമ്മളടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് അയക്കണമെന്ന്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അയക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയാണ് നമ്മൾ ഈ കവറെല്ലാം പാക്ക് ചെയ്തേക്കുന്നത്. ഇത് തൃശ്ശൂർ തന്നെയാണ് നമ്മൾ ഇത് വയ്ക്കുന്നത്. ഒരു കുഴപ്പവും ഇതിപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന വരെ ഒരു കുഴപ്പം വരത്തില്ല. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെയാണ് പലയിടത്തും ഈ കണ്ടെയ്നർ സോണൊക്കെ ആയതുകൊണ്ട് ചില സമയത്ത് ഈ ചെല്ലാനായിട്ട് കുറച്ച് താമസം വരാറുണ്ട്, ചെല്ലാനായിട്ട്. അപ്പം ഈ 2 ദിവസമൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ
ഇതുകൂട്ട് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നമ്മുടെ ഫിഷുകൾക്ക് വരില്ല. ഫിഷ് ചില സമയങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ ഫിഷ് കൊറിയർ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചില നല്ല രീതിയിൽ സ്ട്രെയിൻ അടിച്ച് തളർന്ന് നിൽക്കാതെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും റെഡായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണക്കിനുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഫിഷുകൾക്ക് വരുത്തതുമില്ല. ഇത് നമ്മൾ നോക്കിയേക്കണം നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ നമ്മുടെ പാക്ക് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂട്ട് തന്നെ നമ്മുടെ ബാക്കി റെഡ് ടെക്സ്റ്റോടെയും നമ്മൾ നല്ല രീതിയിൽ ഇതുകൂട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഇത് രണ്ടും നമുക്ക് നോക്കിയേക്കണം നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ ഇരിപ്പുണ്ട്. ഇതുകൂട്ട് തന്നെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 4 എണ്ണം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ടിൻ്റെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടും നമുക്ക് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു കുറച്ചുകൂടെ സേഫായിട്ടിരിക്കാൻ ഇച്ചിരി നല്ല വലിയ കവറിനകത്തേക്ക് ഈ 4 പാക്കറ്റ് മാറ്റുന്നുണ്ട്. ഇച്ചിരി സേഫായിട്ട് അതവിടെ ചെല്ലാൻ വേണ്ടിയാണ്. അപ്പോൾ 4 പാക്കറ്റും 4 പാക്കറ്റിലെ ഫിഷിനെ ഒരു വലിയൊരു പാക്കറ്റിനകത്താക്കി നല്ല രീതിയിൽ അതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മളിനി നല്ല രീതിയിൽ ടൈറ്റാക്കിയതിന് ശേഷം ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ടെടുക്കുക. നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പ് മറ്റേ ചെയ്ത് കൂട്ടാൻ സെല്ലോ ടേപ്പ് വെച്ച് നല്ല രീതിയിൽ സെറ്റാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ ഇച്ചിരി നല്ല സേഫായിട്ടിരിക്കും. ഇങ്ങനെ ഒരു പാക്കറ്റിനകത്തോടെ ഇട്ട് വെക്കുമ്പോഴത്തേന് ഇച്ചിരി നല്ല സേഫായിട്ട് നമ്മുടെ ഫിഷുകളൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഇട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അകത്ത് നല്ല രീതിയിൽ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അകത്ത് ഇരിക്കുന്ന നമ്മൾ നല്ല രീതിയിൽ സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചേക്കുന്നത് നമ്മുടെ മറ്റേ പാക്കിങ്. ഇത് ജസ്റ്റ് ഒരു ഇച്ചിരി നല്ല രീതിയിൽ സേഫായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോക്സിനകത്താണ് നമ്മൾ കൊറിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തേക്ക് നമ്മളൊരു ന്യൂസ് പേപ്പർ നല്ല രീതിയിൽ വിരിച്ചിട്ടുണ്ട്. അതിനകത്ത് അതൊന്ന് ചെറിയ വലിയ ബോക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് നല്ലോണം വിരിച്ചേക്കുന്നത്. ഒരു ന്യൂസ് പേപ്പർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് വെയിറ്റ് ആകരുത്, കുറച്ച് ന്യൂസ് പേപ്പർ. എന്തായാലും നമ്മൾ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ കൊറിയറിന് അതനുസരിച്ച് വെയിറ്റ് കൂടും. ഇപ്പം സാധാരണയൊക്കെ ഒരു 100 രൂപയ്ക്ക് അകത്തുള്ളപ്പോൾ വെയിറ്റ് കൂടുന്ന ഒരു കിലോയ്ക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് അവർ റേറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ജസ്റ്റ് സേഫായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇതുകൂട്ട് പേപ്പറൊക്കെ ഇടുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മടക്കി സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ പേപ്പറൊക്കെ ഉണ്ട്. ഞാൻ വെയിറ്റ് നോക്കിയതായിരുന്നു. ഇതിൻ്റെ ഏകദേശം ഒരു കിലോയുടെ അടുത്ത് വരുന്നുള്ളതുകൊണ്ടാണ് ഇച്ചിരി പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. പേപ്പറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മളത് ഒന്ന് ഫോൾഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിച്ച് സെല്ലോ ടേപ്പ് എന്തെങ്കിലും ഒരു ടേപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ സെല്ലോ ടേപ്പ് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതല്ലെങ്കിൽ വേറെ നമ്മുടെ ടേപ്പുകളെ വെച്ച് അതായത് യൂസ് ചെയ്ത് നല്ലൊരു ഒട്ടി സെറ്റായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. അതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൊണ്ടേക്ക് നമ്മളവരുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടുണ്ട്. നമുക്ക് ആരാ അയക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ലൈഫ് ഫിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊറിയർ കൊണ്ടുപോകുന്നവർ ഇച്ചിരി നല്ല കെയറിങ് നമ്മുടെ ഫിഷിന് കൊടുക്കാൻ വേണ്ടിയാണ് ലൈഫ് ഫിഷ് എന്ന് എഴുതുന്നത്. ഇച്ചിരി വലുതായിട്ട് ലൈഫ് ഫിഷ് എന്നൊക്കെ എഴുതുക. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കണം. അതിനോടൊപ്പം നമ്മൾ 2 അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ടു അഡ്രസ്സ് അവരുടെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, പിന്നെ അടുത്ത ഫ്രം അഡ്രസ്സ്. ഇത് നമ്മൾ നല്ല രീതിയിൽ ഇത് രണ്ടും എഴുതി നല്ല രീതിയിൽ ഒട്ടിക്കണം. നല്ല രീതിയിൽ ഒട്ടിച്ചത് വെള്ളമൊന്നും വീണ് കഴിഞ്ഞ് ഇത് മാഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ലൈഫ് ഫിഷ് എന്നൊക്കെ എഴുതുന്നത് ഇച്ചിരി വലുതായിട്ട് തന്നെ ലൈഫ് ഫിഷ് എന്നൊക്കെ എഴുതുക. ഇനി ഇത് നമുക്ക് നമ്മുടെ കൊറിയർ സെൻറ്ററിൽ കൊടുത്ത് കൊറിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളായിരിക്കും അടുത്ത വീഡിയോ ഇച്ചിരി നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു പ്രചോദനം ഞങ്ങൾക്ക് നൽകുന്നത്. ഈ വീഡിയോ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ സുഹൃത്തുക്കളുടെ ഡൗട്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അതെല്ലാം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ തന്നെ ഒരു തീരുമാനം. നമ്മളിന്ന് വേറൊരു ടോപ്പിക്കായിരുന്നു ചെയ്യാനിരുന്നത്. അവരുടെ ഡൗട്ട് ക്ലിയർ ആകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഇതുകൂട്ട് ചോദിക്കുക, ഇതുകൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയ്ക്ക് അതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ടോപ്പിക്കായിട്ട് കാണും വരെ ദിസ് ഈസ് സാഗർ സൈനിങ് ഔട്ട് ഫ്രം ഗോൾഡൻ ഗപ്പീസ്.